ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 16-ാം സർഗം ആണ് വ്യാഖ്യാനിക്കുന്നത്. ബാലി വധമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. കഴിഞ്ഞ സർഗത്തില് കേട്ടു, താര ബാലിയോട് ഹിതകരമായിരിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു നോക്കി. എന്നാലോ വിനാശകാലത്ത് കാലിന് കീഴ്പ്പെട്ടവന് ആ വാക്കുകളൊന്നും തെല്ലും രുചിച്ചില്ല. താരേശമുഖിയായിരിക്കുന്ന താരയെ ശകാരിച്ചുകൊണ്ട് ബാലി നിർഭർസയാമാസ വചനഞ്ചേതം അബ്രവീർ. ഇപ്രകാരത്തില് ബാലി പറയുകയുണ്ടായി, ഗർജതോസ്യാസു സംരബ്ധം ഭ്രാതു ശത്രുർവിശേഷത. കോപത്തോടെ അലറുന്നവനും വിശേഷിച്ച് ശത്രുവുമായിരിക്കുന്ന ഈ സഹോദരനോട് വരാനനെ ഞാൻ എന്തിന് പൊറുക്കണം? അദർശിതാനാം ശൂരാണാം സമരേഷു നിവർത്തിനാം. ഭീരു, അടലിൽ നിന്ന് പിന്മാറാത്ത അദൃശ്യരായ ശൂരന്മാര്, അവർക്ക് എതിർപ്പിനെ സഹിച്ചിരിക്കുന്നത് മരണത്തിലും മേതെയാണ്. സോടും നച സമർത്ഥോഹം യുദ്ധകാമസ്യ സംയുഗേ സുഗ്രീവസ്യാച സംരംഭം യേനഗ്രീവസ്യ ഗർജത. യുദ്ധകാമിയായിട്ട് ഗർജിക്കുന്ന യനഗ്രീവനായിരിക്കുന്ന സുഗ്രീവന്റെ യുദ്ധകോപത്തെ സഹിക്കാനായിട്ട് ഞാൻ സമർത്ഥനല്ല. നീ എനിക്ക് വേണ്ടി രാമനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ധർമ്മജ്ഞനും കൃതജ്ഞനുമായിരിക്കുന്ന അദ്ദേഹം പാപകർമ്മം ചെയ്യില്ല. കഥം പാപം കരിഷ്യതി, പാപം ചെയ്യില്ല. നീ സ്ത്രീകളോടൊത്ത് തിരിച്ചു പോകൂ. വീണ്ടും നീ എന്നെ പിന്തുടരുകയാണോ? സൗഹൃദം ദർശിതം താരേ മയി ഭക്തി കൃതാത്വയ. നീ എന്നോട് സ്നേഹവും ഭക്തിയും കാണിച്ചു കഴിഞ്ഞു. പ്രതിയോത്സ്യാമ്യഹം ഗത്വാ സുഗ്രീവം ജഗസംഭ്രമം. ഞാൻ പോയി സുഗ്രീവനോട് പോരാടട്ടെ. നീ പരിഭ്രമിക്കരുത്. അവന്റെ അഹങ്കാരത്തെ അകറ്റുകയോ ഞാൻ ചെയ്യുകയുള്ളൂ, ജീവഹാനി വരുത്തുകയില്ല. പോരിൽ നിൽക്കുന്ന അവനിൽ വേണ്ടത് മാത്രമേ ഞാൻ ചെയ്യൂ. വൃക്ഷമുഷ്ടിപ്രഹരങ്ങളാൽ വലഞ്ഞ് അവൻ തിരികെ ഉൾക്കൊള്ളൂ. നമേ ഗർഭിതമായസ്തം സഹിഷ്യതി ദുരാത്മവാൻ കൃതം താരേ സഹായത്വം സൗഹൃദം ദർശിതം മയേ. ദുരാത്മാവായിരിക്കുന്ന അവൻ എന്റെ യുദ്ധസാമർത്ഥ്യത്തെ സഹിക്കുകയില്ല. താരേ, നീ എന്നോട് സ്നേഹം കാണിച്ചു, സഹായവും ചെയ്തു. ഞാൻ എന്റെ പ്രാണൻ കൊണ്ട് ഇതാ ആണയിടുന്നു, നീ വേഗം മടങ്ങിപ്പോകുക. ഞാൻ ആ സഹോദരനെ പോരിൽ തോൽപ്പിച്ചിട്ട് തിരിച്ചു വരാം. തന്തു താരാപരിഷ്വജ്യ ബാലിനം പ്രിയവാദിനീം ചകാരരുദ്ധീമന്തം ദക്ഷിണാ സാ പ്രദക്ഷിണം. പ്രിയഭാഷിണിയും ഇഷ്ടാനുവർത്തിനിയുമായ ആ താര കേണുകൊണ്ട് ബാലിയെ പുണർന്നിട്ട് പതുക്കെ പ്രദക്ഷിണം വെച്ചു. പിന്നീട് മന്ത്രപൂർവം സ്വസ്തയനം ചെയ്ത് ശോകമോഹിതയായി സ്ത്രീകളോടൊത്ത് അന്തഃപുരത്തിലേക്ക് പോയി. പ്രവിഷ്ടായാം തു താരായാം സഹസ്ത്രീഭി സുമാലയം. താര സ്ത്രീകളോടൊന്നിച്ച് തന്റെ ഗൃഹത്തിലേക്ക് പോയപ്പോൾ നഗരാനിധിയോ ക്രുദ്ധോ മഹാസർപ്പൈവ ശ്വസൻ. ബാലി ക്രുദ്ധനായിക്കൊണ്ട് പെരുമ്പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് നഗരത്തിൽ നിന്ന് പുറത്തിറങ്ങി. സനിശ്വാസ്യ മഹാതേജ ബാലി പരമരോഷണ. അത് തേജസ്വിയായിരിക്കുന്ന ബാലി അത്യന്തം കോപിച്ചു വിശ്വസിച്ചുകൊണ്ട് ശത്രുവിനെ കണ്ടുകിട്ടാൻ വേണ്ടി ചുറ്റുപാടും നോക്കി. സദർശക ശ്രീമാൻ സുഗ്രീവം ഹേമപിംഗളം. അപ്പോൾ ശ്രീമാനായിരിക്കുന്ന ബാലി സ്വർണപിംഗളനായിരിക്കുന്ന സുഗ്രീവൻ കച്ചയൊക്കെ മുറക്കിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറായി കത്തിയാളുന്നത് പോലെ നിലകൊള്ളുന്നതായിട്ട് കണ്ടു. അത്യന്തകൃഷ്ണനായിരിക്കുന്ന ബാലിയും വേഗം കച്ചയൊക്കെ കെട്ടി മുറുക്കി. ആ വീര്യവാനായിരിക്കുന്ന ബാലി ഉത്സാഹത്തോടു കൂടിയിട്ട് കച്ചമുറുക്കി മുഷ്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് സുഗ്രീവന് നേർക്ക് ചെന്നു. സൃഷ്ടമുഷ്ടിം സമുദ്യമ്യ സംരബ്ധതരമാഗത സുഗ്രീവോപി തമുദ്ദിശ്യ ബാലിനം ഹേമമാലിനം. സുഗ്രീവനും ആ ഹേമമാലിയായിരിക്കുന്ന ബാലിയെ ദൃഢമായ മുഷ്ടിയോങ്ങിച്ചെന്ന് വാശിയോടുകൂടി എതിർത്തു. തമ്പാലി ക്രോധതാമ്രാക്ഷ സുഗ്രീവം രണപണ്ഡിതം ആപതന്തം മഹാവേഗവിധം വചനമബ്രവീൽ. യുദ്ധസാമർത്ഥ്യത്തോടെ അതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന സുഗ്രീവനോട് കോപം കൊണ്ട് കണ്ണുകൾ ചുവന്ന ബാലി ഇങ്ങനെ പറയുകയുണ്ടായി. യേശമുഷ്ടിർമയാ ബദ്ധോ ഗാഢസന്നിഹിതാങ്കുലി മയാ വേഗവിമുക്തസ്തേ പ്രാണാനാദായ യാസ്യതി. ഞാനിതാ വിരലുകൾ മുറുക്കി മുഷ്ടി ചുരുട്ടിയിരിക്കുകയാണ്. ഊക്കില് ഞാനിത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രാണനെയും കൊണ്ടുപോകും. ഇത് കേട്ട് സുഗ്രീവ ക്രുദ്ധോ ബാലിനമബ്രവീല. ക്രുദ്ധനായിക്കൊണ്ട് സുഗ്രീവനും പറയുകയുണ്ടായി, തവ ചൈഷകരൻ പ്രാണൻ മുഷ്ടി പതതുമൂർധനേ.
പ്രാണൻ പോകുന്ന ഈ മുഷ്ടി നിന്റെ തലയിലും വീഴട്ടെ. ആക്രമിച്ചെത്തി അവന്റെ ഇടിയേറ്റ് കോപം പൂണ്ട് പാഞ്ഞെടുത്ത സുഗ്രീവൻ അരുവികൾ ഒഴുകുന്ന പർവ്വതത്തെ പോലെ ചോര ഒഴുക്കി. സുഗ്രീവേണ നിശങ്കം സാലമുൾപ്പാട്ട് തേജസാ ഗാത്രേഷഭിഗതോ ബാലി വജ്രേണേവ മഹാഗിരി. സുഗ്രീവൻ ഒരു സാലവൃക്ഷത്തെ ഊക്കോടുകൂടി പറിച്ചെടുത്ത് വജ്രം കൊണ്ട് പർവ്വതത്തില് എന്ന പോലെ ബാലിയുടെ ശരീരത്തില് പ്രഹരിച്ചു. സതുബാലി പ്രചലിത സാലതാടന വിഹ്വല. സാലം കൊണ്ടുള്ള തല്ലേറ്റ് വിഹ്വലനായ ബാലി ഭാരം നിറഞ്ഞ കപ്പല് കടലിൽ എന്ന പോലെ ചാഞ്ചാടിപ്പോയി എന്നാണ്. ഭീമബല വിക്രാന്തരും സുവർണ സമവേഗികളും ഘോരരൂപന്മാരും ശത്രുക്കളെ കൊന്നെടുക്കുന്നവരും പരസ്പരം പഴുതു നോക്കുന്നവരുമായിരിക്കുന്ന അവര് ബാലി സുഗ്രീവന്മാര് ആകാശത്തിലെ സൂര്യചന്ദ്രന്മാരെന്ന പോലെ പ്രവൃത്തരായി. പിന്നീട് ബലവീരസമന്വിതനായിരിക്കുന്ന ബാലി വീണ്ടും വളർന്നു. സൂര്യപുത്രോ മഹാവീര്യ സുഗ്രീവ പരിഹീയത. സൂര്യപുത്രനും മഹാവീരനുമായിരിക്കുന്ന സുഗ്രീവന്റെ ശക്തി കുറഞ്ഞു. ബാലി ഗർഭം നശിപ്പിച്ചപ്പോൾ പരാക്രമം കുറഞ്ഞ സുഗ്രീവൻ അമർഷത്തോടെ രാമന് ബാലിയെ കാണിച്ചു കൊടുത്തു. ദർശയാമാസ രാഘവ. കൊമ്പുകളും ചില്ലകളുമുള്ള വൃക്ഷങ്ങള്, വജ്രമുലയ്ക്കൊത്ത നഖങ്ങള്, മുഷ്ടികള്, കാൽമുട്ടുകള്, കൈകള്, കാലുകള് എന്നിവ കൊണ്ട് വീണ്ടും വീണ്ടും അവര് വൃത്രവാസവന്മാരെ പോലെ ഘോരമായിട്ട് പൊരുതി. ആ വാനരന്മാര് മേഘങ്ങളെ പോലെ മഹാശബ്ദത്തിൽ ആർത്തലറിക്കൊണ്ട് പരസ്പരം പോരടിച്ചു. സുഗ്രീവന് ശക്തി കുറയുന്നതും വീണ്ടും വീണ്ടും ചുറ്റും നോക്കുന്നതും അപ്പോൾ രാമൻ കണ്ടു. അതോ രാമോ മഹാതേജ ആർത്തം ദൃഷ്ട്വാ ഹരീശ്വരം സചരം വീക്ഷതേ വീരോ ബാലിനോ പതകാക്ഷ്യ. വാനരേന്ദ്രന്റെ വല്ലായ്മ കണ്ട് വീരനും മഹാതേജസ്വിയുമായിരിക്കുന്ന രാമൻ ബാലിയെ വധിക്കാൻ ആശിച്ചുകൊണ്ട് ശരം പരിശോധിച്ചു. തഥോധനുഷിസന്ധായ ചരമാശി വിഷോപമം പൂരയാമാസതച്ചാപം കാലചക്രമവന്തക. പിന്നീട് അദ്ദേഹം പാമ്പിനോടൊത്ത് ഒരു അമ്പെടുത്ത് വില്ലിൽ തൊടുത്ത് കാലചക്രത്തെ എന്നതുപോലെ ആ വില്ല് വലിച്ച് മുറുക്കി. സസ്യ ജാതലകോശേണ ത്രസ്ത ഭദ്രരഥേശ്വരാഹ പ്രതിദ്രുവർ മൃഗാശൈവായുഗാന്തൈവ മോഹിത. അതിന് ഞാണല് കേട്ട് പേടിച്ചിരണ്ട പക്ഷികളും മൃഗങ്ങളും മോഹിതങ്ങളായി കൽപ്പാന്തത്തില് എന്നതുപോലെ പരക്കം പാഞ്ഞു. മുക്തസ്തു വജ്രനിർഘോഷ പ്രദീപ്ത ശനിസന്നിഭ. രാഘവേണ മഹാബാണോ വായുവക്ഷസ്യ ബാധിത. കാളിന് ഇടുത്തീന് തുല്യമായിട്ട് രാമൻ വിട്ട ആ മഹാബാണം വജ്രനിർഘോഷത്തോടുകൂടി ബാലിയുടെ വക്ഷസ്സിൽ പതിച്ചു. നാരായണ നാരായണ. തതസ്തേന മഹാതേജ വീരോത്സിക്ത കപീശ്വര വേഗേനാഭിഗതോ ബാലി നിപപാതമഹീതലേ. അതിതേജസ്വിയും വീര്യഗർഭിതരുമായും കപീശ്വരനുമായിരിക്കുന്ന ബാലി ആ പാഞ്ഞു വന്ന അമ്പേറ്റുകൊണ്ട് നിലത്തേക്ക് പതിച്ചു. അശ്വിനമാസത്തിലെ പൗർണമി നാളില് നിലത്ത് വീഴ്ത്തപ്പെട്ട ഇന്ദ്രധ്വജം എന്നതുപോലെ അവൻ ശോഭയേറ്റ് നിശ്ചേഷ്ടനായിട്ട് നിലം പതിച്ചു. നരോത്തമ കാലയുഗാന്തകോപമം ശരോത്തമം കാഞ്ചനരൂപ്യഭൂഷിതം സസർജദീപ്തം തമമിത്രമർദ്ദനം സദോമമഗ്നിം മുഖതോ യഥാഹര. യുഗാന്തകാലോപമവും രജത കാഞ്ചനങ്ങൾ അണിഞ്ഞതും വൈരിനാശകരവുമായിരിക്കുന്ന ആ ഉത്തമ ശരത്തെ ശിവൻ മുഖത്തു നിന്ന് പുകയുള്ള തീ തുപ്പുന്നത് പോലെ തൊടുത്തുവിട്ടു. ഉടൻ ഞണം മെയ്യിലൊഴിച്ച് കാറ്റേറ്റ് മറിഞ്ഞു വീണ പൂത്ത അശോകവൃക്ഷം എന്നതുപോലെ ഇന്ദ്രപുത്രൻ യുദ്ധക്കളത്തില് നിശ്ചേഷ്ടനായിട്ട് മറിച്ചിട്ട് ഇന്ദ്രധ്വജം എന്നതുപോലെ നിലത്ത് വീണു. ഇങ്ങനെ രാമബാണമേറ്റ് ബാലി നിലം പതിക്കുന്നതാണ് ഈ സർഗത്തിന്റെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.